മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജ് കസ്റ്റഡിയിലെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ പി.സി. ജോർജ് ഒളിവിലായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പി.സി. ജോർജ് കസ്റ്റഡിയിലെന്നാണ് മനസ്സിലാകുന്നത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കം ഇന്ന് നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങുകയും അതിനെ തുടർന്ന് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുമുള്ളത്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസിലാണ് ഇപ്പോൾ പി.സി. ജോർജ് കസ്റ്റഡിയിലായിരിക്കുന്നത്. 6 മണിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം അത് പിന്നീട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പി.സി. ജോർജിന് കസ്റ്റഡിയിൽ വന്നിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിഷേധിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് പി.സി. ജോർജ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിലടക്കം പി.സി. ജോർജിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തന്നെ വിനയാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജ് കസ്റ്റഡിയിലെന്നാണ് മനസ്സിലാകുന്നത്. 6 മണിവരെയുള്ള കസ്റ്റഡിയാണ് കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പോലീസ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾക്കും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിനുമായിട്ട് ആണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഹൈക്കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് പി.സി. ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഒരു രീതിയിലും ജാമ്യം നൽകാനുള്ള സാഹചര്യം മുന്നിലില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. സനോജ്, ഇത്തരത്തിൽ വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് കസ്റ്റഡിയിലെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ? നിലവിൽ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാവിലെ 11 മണിക്ക് ശേഷം കീഴടങ്ങിയ ശേഷമാണ് വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നത്. അതിനുശേഷമാണ് ഉച്ചകഴിഞ്ഞ് 2 മണിയോടുകൂടി വീണ്ടും കേസ് പരിഗണിക്കാൻ കോടതി മാറ്റിവെച്ചത്. കോടതി മാറ്റിവെച്ച വേളയിൽ പോലീസ് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. കസ്റ്റഡി അപേക്ഷ എവിടെ എന്നുള്ള ചോദ്യമാണ് രാവിലെ കേസ് പരിഗണിച്ച വേളയിൽ കോടതിയിൽ ജഡ്ജി ഉന്നയിച്ചത്. പിന്നീട് ഉടൻ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. 2 മണിക്ക് വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇത് പ്രകാരം പോലീസ് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്ന് വൈകുന്നേരം 6 മണി വരെ പോലീസ് ജോർജിനെ കസ്റ്റഡി വിടാൻ തീരുമാനിക്കുകയായിരുന്നു. വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പോലീസിലേക്ക് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പോലീസിന് ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അത് പ്രകാരമാണ് ഇപ്പോൾ പി.സി. ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. സരോജ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണിവരെയുള്ള കസ്റ്റഡിയാണ്. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണവും ഈ കേസിന് അടിസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് ഓൾറെഡി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ സാങ്കേതികത ഒക്കെ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പോലീസിന് പി.സി. ജോർജിനെ ഇരുത്തി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡി അപേക്ഷ വേണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത്. ഇത് പരിഗണിച്ച വേളയിലാണ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത്. എന്തായാലും വിശദമായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളും വൈകാതെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ പി.സി. ജോർജിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മുൻപും സമാനമായ രീതിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ വേളയിൽ ജാമ്യം അനുവദിക്കുമ്പോൾ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള ജാഗ്രത കാണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതി അന്ന് ജാമ്യം അനുവദിച്ച വേളയിൽ ജോർജിന് നൽകിയിരുന്നത്. പക്ഷേ ജോർജ് തന്റെ പതിവ് ശൈലിയിൽ വീണ്ടും വിദ്വേഷകരമായ പരാമർശങ്ങൾ തുടരുകയായിരുന്നു. ഒരു ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത വേളയിലാണ് മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൂടി കണക്കിലെടുത്ത് വീണ്ടും കേസ് പരിഗണിച്ച വേളയിലാണ് സമാനമായ കുറ്റകൃത്യങ്ങൾ ജോർജ് മുൻപും കാണിച്ചിട്ടുണ്ട് എന്നും അതിനാൽ ജോർജിന് ജാമ്യം കൊടുക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആദ്യം ഈ കേസ് പരിഗണിച്ച വേളയിൽ ജില്ലാ കോടതി ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരിക്കുകയും പിന്നീട് ഹൈക്കോടതിയെ ജോർജ് സമീപിക്കുകയുമായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ജോർജിന് നീതി ലഭിച്ചില്ല. നീതി ലഭിക്കാത്തല്ല, ഹൈക്കോടതിയിൽ നിന്നും ജോർജിന് ജാമ്യം ലഭിച്ചില്ല. കാരണം
കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ജ്യോതിന്റെ ഭാഗത്തുനിന്നും പലതവണ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി അന്ന് ജാമ്യം നിഷേധിച്ചത്. ഇതിനെ തുടർന്ന് പി.സി. ജ്യോതി ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിലെത്തി ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഹാജരാകാൻ പോലീസ് തയ്യാറായില്ല. കൂടുതൽ സമയം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ജോർജ് ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കീഴടങ്ങുമെന്നുള്ള ഒരു നിർദ്ദേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷയും സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ പ്രകാരം ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ കോടതിയിലെത്തി ജോർജ് കീഴടങ്ങിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങളും ഈ കസ്റ്റഡി അപേക്ഷയും കോടതി പരിഗണിക്കുകയും പോലീസിനൊപ്പം വൈകുന്നേരം 6 വരെ കസ്റ്റഡിയിൽ നൽകാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. സനോജ്, അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയിലുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ ഇത്തരത്തിൽ കോടതി പരിഗണിച്ച ഒരു സാഹചര്യത്തിലടക്കം അനുകൂലമായൊരു സമീപനവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തൊരു ഘട്ടം കൂടിയുണ്ട്. തീർച്ചയായിട്ടും നിലവിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ ഒരു കേസ് കൂടിയാണ്. കാരണം കുറ്റകൃത്യങ്ങൾ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഒന്നിലേറെ തവണ ആവർത്തിച്ച ഒരു ആളെന്ന നിലയിലാണ് ഈ ജാമ്യാപേക്ഷ റദ്ദാക്കുന്ന ിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെങ്കിലും ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരുപക്ഷെ കോടതി ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ജോർജിനെ വരും മണിക്കൂറുകളിൽ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം.